ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സാഹചര്യവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തതും അപ്ലോഡ് ചെയ്യാത്തതും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ പാർക്കാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫേസ് 1 ടെക്നോ പാർക്കാണ് കേട്ടോ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ കയറാനൊരു അവസരം കിട്ടി. എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ സണ്ണിലോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കയറിയതാണ്. അങ്ങനെ അവിടെ പോയി എന്നെ എല്ലാ ഓഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ഫിലിംസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ. സോ എല്ലാ കാര്യങ്ങളും കണ്ടു. അടിപൊളിയായിരുന്നു ടെക്നോ പാർക്ക്. എന്താ പറയുക, ആ ഒരു ടൈമിൽ എനിക്ക് ചെറുതായിട്ട് ഒരു നിമിഷത്തേക്ക് മാത്രം എൻജിനീയറിങ് എടുത്താൽ മതിയായിരുന്നു അല്ലേ എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നെവർ. എന്താ പറയുക, എൻ്റെ കുഞ്ഞിലെ മുതലുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആഗ്രഹമായിരുന്നല്ലോ MBBS എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ പിന്നെ നല്ല കാഴ്ചകളായിരുന്നു. ഞാൻ എല്ലാം ഒരു മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നാളെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനൊരു ചാനലിലേക്ക് എടുക്കുമ്പോൾ ഒരു സമയത്ത് എടുത്ത് വെച്ച് കാണാമല്ലോ നമ്മുടെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക എടുത്ത് വെച്ച് കാണുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മെയിൻ എയിമും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ്. സോ എന്താ പറയുക, ഇവിടെ അരയന്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ശരിക്കും. നല്ല എന്താ പറയുക, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. സോ കുറച്ച് എനിക്ക് പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടും, പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ടെക്നോ പാർക്കിൽ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവർക്കും കയറാനൊരു ചാൻസ് ഒന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ എനിക്ക് പറ്റുന്ന ക്ലിപ്സ്, എല്ലായിടത്തൊന്നും പോയിട്ടില്ല കേട്ടോ. 2 കമ്പനീസിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ വേറെ എല്ലാ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ടല്ലോ. സോ അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പറ്റുന്നതൊക്കെ കയറി കണ്ടു. അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു. വീട്ടിലിരുന്ന് കുറേ ആയി വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കല്ലേ. മറ്റേതാവുമ്പോൾ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും പഠിത്തവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് കുറേ നാളായിട്ട് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും, അങ്ങനെയുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ അവിടുത്തെ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തേജസ്വിനി എന്നങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറയുന്നത്. എനിക്ക് ടെക്നോ പാർക്ക് ഇങ്ങനെ കടലോളം കിടക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണെന്ന് കറക്റ്റ് പറയാൻ അറിയില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ലായിരുന്നു, സീനായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാം കണ്ടു. നല്ല എന്താ പറയുക, അടിപൊളിയായിരുന്നു. ആക്ച്വലി നല്ലൊരു മെമ്മറി ആയിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഫുഡ് കോർട്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഫുഡ് കോർട്ട് കണ്ടപ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ ലുലു മോളിലെ ഫുഡ് കോർട്ട്സൊക്കെ കാണുമല്ലോ, അതേപോലത്തെ ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ഇതവിടുത്തെ കോഫി ടെക്നോ പാർക്കിലെ കോഫി ഉണ്ടല്ലോ, ഓക്കെ, അതായിരുന്നു. മെഷീൻ കോഫി ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റുള്ള കോഫി എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല, സീരിയസ്ലി. പിന്നെ ഇതൊക്കെ അവിടുത്തെ ബാക്ക് സൈഡാണ്. ഞാൻ എൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ കമ്പനിയുടെ ബാക്ക് സൈഡാണ് ഇതൊക്കെ. അങ്ങനെ അതും കുറേ എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ആ ടോപ്പ് വ്യൂ ആയിരുന്നു. അത് സെറ്റായിരുന്നു ആ ടോപ്പ് വ്യൂ. പിന്നെ എങ്ങനെ എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യമാണ് ഇന്നലെ നടന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇതിനകത്ത് കയറാൻ പറ്റുമെന്നോ ഇതൊക്കെ കാണാൻ പറ്റുമെന്നോ ഒക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട്, കുറച്ചധികം നേരം അവിടെ നിന്നിട്ട് തിരിച്ച് പോകുന്നൊരു സീനാണ്. ടെക്നോ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു എന്താ പറയുക വ്യൂ ആയിരുന്നു ഇതൊക്കെ.